നമസ്കാരം. ഇന്നത്തെ ന്യൂസ് ടൈം നോക്കാം. ആദ്യം തലക്കെട്ടുകൾ. വരന്തരപ്പള്ളി പിടിക്കപ്പറമ്പിൽ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു. പിടിക്കപ്പറമ്പ് കല്ലാറ്റ് വീട്ടിൽ മനോഹരന്റെ മകൾ 22 വയസ്സുള്ള മന്യയാണ് മരിച്ചത്. മനുഷ്യാവകാശ സംഘടനയായ ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് എടവനക്കാട് പഞ്ചായത്തിലെ പഴങ്ങാട് ഭാഗങ്ങളിൽ കടൽക്ഷോഭത്തിന്റെ ദുരിതം അനുഭവിക്കുന്നവർക്ക് സാന്ത്വന സഹായമായി അരിയും പായസ കിറ്റുകളും വിതരണം നടത്തി. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ വരാഹം എന്ന ഇൻബോണ്ട് വെള്ളത്തിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. വാർത്തകൾ വിശദമായി. വരന്തരപ്പള്ളി പിടിക്കപ്പറമ്പിൽ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു. പിടിക്കപ്പറമ്പ് കല്ലാറ്റ് വീട്ടിൽ മനോഹരന്റെ മകൾ 22 വയസ്സുള്ള മന്യയാണ് മരിച്ചത്. ശനിയാഴ്ച രാവിലെയായിരുന്നു സംഭവം. ശ്വാസതടസ്സം നേരിട്ട മന്യയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിനിടെ മരണം സംഭവിച്ചു. കരൾ ചുരുങ്ങുന്ന അപൂർവ രോഗത്തിന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു മന്യ. മനുഷ്യാവകാശ സംഘടനയായ ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് എടവനക്കാട് പഞ്ചായത്തിലെ പഴങ്ങാട് ഭാഗങ്ങളിൽ കടൽക്ഷോഭത്തിന്റെ ദുരിതം അനുഭവിക്കുന്നവർക്ക് സാന്ത്വന സഹായമായി അരിയും പായസ കിറ്റുകളും വിതരണം നടത്തി. പഴങ്ങാട് ബീച്ചിൽ നടന്ന അരി വിതരണ സമ്മേളനം കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു. ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് സംസ്ഥാന ചെയർമാൻ ഹാരിസ് കൊടുങ്ങല്ലൂർ അധ്യക്ഷത വഹിച്ചു. ക്യാപ്റ്റൻ ടി.കെ. ഉബൈസ് മുഖ്യാതിഥിയായി. എടവനക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാം, പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് കെ.ജെ. ആൽബി, സാൻവോക്സ് ഡയറക്ടർമാരായ N.K. കരീം, റെജി ജോസ്, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷരായ കൊച്ചു ത്രേസ്യ, P.B. സാബു, പഞ്ചായത്ത് മെമ്പർ E.R. ബിനോജ്, P.H. അബൂബക്കർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് T.P. വിൽസൺ, ഡോക്ടർ ഫയ്യാസ് എടവനക്കാട് എന്നിവർ സംസാരിച്ചു. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ വരാഹം എന്ന ഇൻബോർഡ് വെള്ളത്തിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. കടലിൽ 8 നോട്ടിക്കൽ മൈലകളെ അഴിമുഖം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എഞ്ചിൻ നിലച്ച് കുരുങ്ങിയ പെരിഞ്ഞനം സ്വദേശി കിഴക്കേടത്ത് ജിബിൻ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ള വരാഹം എന്ന ഇൻബോണ്ട് വെള്ളവും പെരിഞ്ഞനം സ്വദേശികളായ 48 മത്സ്യത്തൊഴിലാളികളെയുമാണ് ശക്തിയായ തിരമാലയിലും കാറ്റിലും രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത്. AIYF വെള്ളാങ്ങല്ലൂർ പഞ്ചായത്ത് ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വയനാട്ടിലെ ദുരിതബാധിതർക്ക് 10 ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നതിന്റെ ഭാഗമായി നടത്തുന്ന ബിരിയാണി ചലഞ്ച് ഉദ്ഘാടനം AIYF ജില്ലാ സെക്രട്ടറി പ്രസാദ് പാറേരി കൊടുങ്ങല്ലൂർ MLA അഡ്വക്കേറ്റ് VR സുനിൽകുമാറിന് ബിരിയാണി കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു. അർജുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നിഷ ഷാജി, CPI വെള്ളാങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് പണിക്കശ്ശേരി, AIYF പ്രസിഡന്റ് സനു, ഗ്രാമപഞ്ചായത്ത് മെമ്പർ സുജന ബാബു, VS ദിനിൽ, ജിതിൻ, ലാഷിൻ, സുഹൈൽ, ആസിൽ, ആലിസ്, തോമസ്, രാഘവൻ എന്നിവർ പങ്കെടുത്തു. വയനാട്ടിൽ ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവർക്ക് DYFI നിർമ്മിച്ചു നൽകുന്ന ഭവനങ്ങളുടെ നിർമ്മാണ ചെലവിലേക്ക് പണം സ്വരൂപിക്കുന്നതിനായി എടത്തുരുത്തി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അയ്യമ്പടിയിൽ ചായക്കട നടത്തി. ജില്ലാ കമ്മിറ്റി അംഗം VV സുസ്മിത ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് PR അശ്വന്ത് അധ്യക്ഷനായി. മേഖലാ ജോയിന്റ് സെക്രട്ടറി നസീബ്, മേഖലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് ആർദ്ര, CPM ലോക്കൽ കമ്മിറ്റി അംഗം ജാൻസി ജേക്കബ്, DYFI മേഖലാ സെക്രട്ടറി അജ്മൽ ബീരാൻ, നന്ദു എന്നിവർ സംസാരിച്ചു. മതിലകം ബാപ്പുട്ടി മുസ്ലിയാരുടെ 52ാം ആണ്ട് നേർച്ചയ്ക്ക് തുടക്കമായി. രാവിലെ നടന്ന ചടങ്ങിൽ ഷംസുദ്ദീൻ മുസ്ലിയാർ കൊടിയേറ്റം നിർവഹിച്ചു. KS സെയ്ദു മുഹമ്മദ്, MH മുഹമ്മദ്, അബ്ദുൽ ഖാദർ, MS ഈസ, MY മുഹമ്മദ്, KS ഷിഹാബുദ്ദീൻ, RK മുസ്തഫ, ഇസാബ് ദാരിമി, KS മുഹമ്മദ് എന്നിവർ സംസാരിച്ചു. വൈകിട്ട് 7 മണിക്ക് പാണക്കാട് നാസർ അബ്ദുൽ ഹൈ ശിഹാബ് തങ്ങൾ സ്വലാത്ത് മജ്സിലും ബാപ്പുട്ടി മുസ്ലിയാർ എഡ്യൂക്കേഷൻ അക്കാദമിയുടെയും ഉദ്ഘാടനം നിർവഹിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. വരന്തരപ്പള്ളി പിടിക്കപ്പറമ്പിൽ വിദ്യാർത്ഥിനി കുഴഞ്ഞു വീണ് മരിച്ചു. പിടിക്കപ്പറമ്പ് കല്ലാറ്റ് വീട്ടിൽ മനോഹരന്റെ മകൾ 22 വയസ്സുള്ള മന്യയാണ് മരിച്ചത്.
മനുഷ്യാവകാശ സംഘടനയായ ഹോപ്പ് സോഷ്യൽ മിഷൻ ഹ്യൂമൻ റൈറ്റ്സ് എടവനക്കാട് പഞ്ചായത്തിലെ പഴങ്ങാട് ഭാഗങ്ങളിൽ കടൽക്ഷോഭത്തിന്റെ ദുരിതം അനുഭവിക്കുന്നവർക്ക് സാന്ത്വന സഹായമായി അരിയും പായസ കിറ്റുകളും വിതരണം നടത്തി. അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിൽ നിന്നും മത്സ്യബന്ധനത്തിന് പോയ വരാഹം എന്ന ഇൻബോണ്ട് വെള്ളത്തിന്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിന്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു. ഇതോടെ ന്യൂസ് ടൈം സമാപിച്ചു. നമസ്കാരം.